അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിതാ കെട്ടി ഒരുങ്ങി പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, കോളേജിലോട്ടാണ്. അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിരുന്നു. നമ്മൾ മാത്രമല്ല, ഈ കോഴ്സ് പഠിക്കുന്ന എല്ലാ പിള്ളേരെയും പാരൻസിനെ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു ഫോം തന്നെയാണ്. കാരണം ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്തിട്ട്, അതും അത്ര ഒരുപാട് ചെക്ക് ചെയ്ത് ഒക്കെയാണ് അവരത് നമ്മളവിടുന്ന് വിട്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഒരു 20-25 കിലോമീറ്ററാണ് കോളേജിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ വരണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ കോളേജിലേക്ക് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കാണാൻ വേറൊരു ടൈമൊന്നുമില്ലല്ലോ, ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തി പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ പോയി പാർക്ക് ചെയ്തു. ഇതാണ് അവൻ പഠിക്കാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ 2-3 പേരും കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചൊക്കെ വീഡിയോ എടുത്തു. പിന്നെ എല്ലാവർക്കും പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാടൊന്നും എടുത്തില്ല. ഉള്ളിലോട്ടെത്തി. അപ്പോൾ കുറച്ചപ്പുറത്താണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഈ ഫോം മേടിക്കാൻ പേയ്മെൻറ്റ് ചെയ്യണം, അതൊന്ന് പോയി ചെയ്തിട്ട് ഫോം അപ്പോൾ നമ്മൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇക്കി മോനും കൂടെ പേയ്മെൻറ്റ് ചെയ്യാൻ പോയി. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഫോം ഫില്ല് ചെയ്യേണ്ട സമയമായി. കുറേ സമയം എടുത്തു. ഒരു 3-4 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും കേട്ടോ. അത്രയും റീചെക്കൊക്കെ ചെയ്തിട്ടാണ് അവർ നമ്മളെ വിടുന്നത്. അവിടുന്ന് കേക്കും ടീയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. കേക്ക് ചെറിയൊരു പീസ്. പിന്നെ വരുന്ന വഴിയിൽ പഞ്ചാരപ്പഴം കണ്ടപ്പോൾ 2-3 വലിച്ചു. അതും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഞ്ചാര മധുരം തന്നെയായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു കേട്ടോ പിന്നെ അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കാറിലൊക്കെ കയറി. ഇനിയിപ്പോൾ പോണ വഴിയിൽ എന്താ പറയുക, പള്ളിയിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിനു മുമ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിക്കാം നമുക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോണ വഴിയിൽ തന്നെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഞാൻ ഷുഗറൊന്നും ഇല്ലാത്തൊരു ജ്യൂസ് കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പിള്ളേർ നമ്മൾ വീഡിയോ എടുക്കണിട്ട് നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ 2-3 ഫാമിലീനെയൊക്കെ അവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നൊരു മലപ്പുറം അവിടുന്ന് വരുന്ന, പിന്നെ ഒന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ഒരു പയ്യൻ. അപ്പോൾ വരുന്ന വഴിയിൽ ഫുട്ടോപ്പിയയിലൊന്ന് കയറിയിട്ടോ. ഷൂ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ചായിട്ട് ഞാൻ ഷൂവിൻ്റെ പിറകെയാണ്. എനിക്ക് ഷൂ മേടിച്ചു, പക്ഷേ സൈസ് വലുത്. അത് റിഹാനിക്ക് സ്യൂട്ടായിട്ടോ. അങ്ങനെ അവിടുന്ന് നമുക്ക് കിട്ടിയില്ല. തൊട്ടടുത്ത ബേക്കറിയിൽ പോയിട്ട് ഞങ്ങൾ ഫുഡല്ല ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. അവിടുന്ന് ഞാൻ പച്ച പട്ടാണി എടുത്തു. പിന്നെ അനാർ ജ്യൂസാണ് ഓർഡർ ചെയ്തിരുന്നത്. മോനൊരു പപ്സും എടുത്തു, മഷ്റൂം പപ്സ്. അതും കഴിച്ചു. ഞാൻ പിന്നെ ഷുഗർ ഇല്ലാത്ത അനാർ ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ അവന് ഇങ്ങനെ ഞാൻ ഈ ഗ്രീൻ പീസ് ഓയിൽ ഫ്രൈ ആണോ ചോദിക്കുക. ഞാൻ ബേക്ക്ഡ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഓയിൽ ഫ്രൈ ആണത്രേ. അപ്പോൾ അത് ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ നേരെ ചാവടിയുടെ ആ ഭാഗത്തുള്ള ചാവടിയല്ല, കുറച്ചും കൂടി SNGC കോളേജിൻ്റെയൊക്കെ അവിടെ അല്ലേ ചാവടി തന്നെ, അവിടുത്തെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. ദാബയിൽ കയറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ ഫുഡ്. ഇത് പട്ടിയാല ചിക്കനാണ്. 2 ടൈപ്പ് ഗ്രേവിൻ്റെ ഇടയിൽ ഓംലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി. ആ ടേസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയതാണ്, പാർസൽ എടുത്തു. ഇപ്പോൾ പാർസൽ എടുത്തോണ്ടാണോ എന്നറിയില്ല. പിന്നെ അൽഫാമും ഓർഡർ ചെയ്തിരുന്നു. ഞാൻ അൽഫാമാണ് കഴിച്ചത്. നമ്മൾ വീട്ടിലോട്ട് ചിക്കനും എടുത്തു. ഇത് പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് മാത്രം കിട്ടുന്ന ബീഡ മിഠായി എന്നൊക്കെ പറയാം കേട്ടോ. അതാണ്, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാംഗോ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാർന്ന് കഴിച്ചത്. അത് കഴിഞ്ഞ് വീൽ അലൈൻമെൻറ്റും കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് വരുന്ന വഴിയിൽ നമ്മൾ ഇറങ്ങി. അവിടെ ഏകദേശം ഒരു 1 അവറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. വീലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നത്. വീല് സെറ്റാക്കിയ ശേഷം അവരൊന്ന് കാറ് ഓടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. പിന്നെ വണ്ടിയിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണ്. പിന്നെ പിറ്റേ ദിവസം മുതലുള്ള കുറച്ച് വ്ളോഗാണ് കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല.
അതുമാത്രമല്ല വളരെ ചെറിയൊരു വ്ളോഗാണ്. സാധാരണ ഞാൻ വലിയ വ്ളോഗല്ലേ ഇടുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും കുഞ്ഞു വ്ളോഗ് ഇടണ്ടാന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് ഞാൻ വേഗം ചായ വെക്കാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഇന്ന് കുറച്ച് വൈകി എണീക്കാൻ വേണ്ടിയിട്ട്, സ്കൂളൊന്നും ഇല്ലാണ്ടായപ്പോൾ ഇച്ചിരി വൈകി എണീച്ചതാണ്. എപ്പോഴും നേരത്തെ എണീക്കണതല്ലേ. പിന്നെ ഇക്ക നേരത്തെ പോയിരുന്നു കേട്ടോ. ഇക്ക പോയപ്പോൾ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല അത്ര. കാരണം ഇന്നലെയൊക്കെ ജിമ്മിൽ പോയിട്ട് ഭയങ്കര വർക്കൗട്ട് ചെയ്തിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല ഉറങ്ങി ഞാൻ ഇന്നലെ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ് കേട്ടോ. ഒരു 11:30-12 മണിയൊക്കെ ആവും രാത്രി നമ്മളൊന്നും ഉറങ്ങി കിട്ടണമെങ്കിൽ. 11:15 എൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിയാൻ കേട്ടോ. അതായത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഡിന്നറൊക്കെ പിന്നെ 9:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് പോരും. പിന്നെ നമുക്ക് വേറെ കുറേ പണികളുണ്ടാവും കേട്ടോ. എഡിറ്റിംഗ് ഉണ്ടാവും, വോയിസ് ഓവർ കൊടുക്കാനുണ്ടാവും, പിന്നെ അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ആവും. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ റീൽസും ഇതൊക്കെ കണ്ട് കിടക്കുമ്പോഴേക്കും 12 മണിയാവും. അതങ്ങനെ ശീലമായിപ്പോയിട്ടോ. അങ്ങനെ ഉറങ്ങിയിട്ട് എപ്പോഴും വിചാരിക്കും മാറ്റണം എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലോ ഒന്ന് പറയാം കേട്ടോ. രാത്രി വൈകിട്ടാണോ ഉറങ്ങാറ് എന്നുള്ളത്. അങ്ങനെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഉപ്പാക്ക് പ്രോട്ടീൻ പൗഡർ ഒന്ന് കലക്കി കൊടുക്കുകയാണ് കേട്ടോ. ഡോക്ടർ ഇത് ഡെയിലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നേരം. അപ്പോൾ പാലിലൊന്ന് കലക്കിയിട്ട് കൊടുത്തു. നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ദോശയ്ക്കൊക്കെ പറ്റിയ സാമ്പാറാട്ടോ ഉണ്ടാക്കണത്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. രാവിലെ ഉച്ചക്കും കഴിക്കാൻ മാത്രം ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി എടുത്തിട്ട്, നല്ല കല്ല് കുമ്പളങ്ങേൻ്റെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിളും കഴുകിയെടുത്തിട്ടുണ്ട്. തക്കാളി കഴുകിയ ശേഷം കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിലിട്ടിട്ടാണ് ഞാനിവിടെ സാമ്പാർ വയ്ക്കാൻ പോകുന്നത്. കാരണം ഗ്യാസ് ലാഭം. ഇനി നാളെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തു. നാളെയല്ല, 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നാളെ നമ്മൾ ലുലുവിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയോ? ഓഫറിൻ്റെ അവസ്ഥ എന്താണ്? ഓഫറിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി മേടിക്കണം എന്ന് തോന്നുന്നു കേട്ടോ. ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട. അതെന്തായാലും നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പാത്രങ്ങൾ ബാവ മെറ്റൽസ് നിന്ന് മേടിക്കണോ ലുലുന്ന് മേടിക്കണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. ഭാവിയിലാവുമ്പോൾ നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ വേഗം സിറ്റ് ഔട്ട് അടിച്ചു വരാൻ വേണ്ടി വന്നു. പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച ആ ഗ്യാപ്പിലാണ് ഞാൻ സിറ്റ് ഔട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനും ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വിരിച്ച് കൊട്ടിയെടുക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അയൻകുട്ടി ഇന്ന് രാവിലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവർ ഫൈനലിൽ കയറി, പിന്നെ അവർക്ക് കിട്ടിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും ഫൈനൽ വരെ കളിക്കാൻ പറ്റിയില്ലേ, വെരി ഗുഡ് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു ദിവസത്തെ ഡയറ്റ് ഫുഡ് കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടുക പ്ലീസ്. എന്തെല്ലാം ഒഴിവാക്കണം, എന്തെല്ലാം ആഡ് ചെയ്യണം എന്നും കാണിക്കുമോ എന്ന്. അത് ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞതാണ്. എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് മടുക്കുന്നുണ്ടാവും കേട്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ കമൻ്റ് ഇട്ടിട്ട് പോണവർ പിറ്റേ ദിവസം വ്ളോഗ് കാണാത്തതിൻ്റെ പ്രശ്നമായിരിക്കുമോ, അതോ അവർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വീണ്ടും ചോറ് ചപ്പാത്തി ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഞാൻ ഒഴിവാക്കി. ഞാൻ വർക്കൗട്ട് അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെജിറ്റബിൾ ആഡ് ചെയ്തു. കുക്കുംബർ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സിൽ നമ്മൾ പൈനാപ്പിൾ, അവക്കാഡോ, ഓറഞ്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നട്ട്സിൽ നമ്മൾ ബദാം, അതുപോലെ ഡ്രൈ ഫ്രൂട്ടിൽ ഈത്തപ്പഴം. ഇതൊക്കെ ഭയങ്കര ഒരുപാട് എടുക്കാൻ പറ്റില്ല. ഈത്തപ്പഴമൊക്കെ ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തേങ്ങ കഴിക്കാൻ പറ്റുമായിരുന്നു. കോഫി ടീ കുടിക്കുക വിത്തൗട്ട് കേട്ടോ. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമിങ് കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുക. രാവിലെ 9 മണിക്ക് കഴിക്കുക, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ കഴിക്കുക, രാത്രി 7 മണിൻ്റെ മുന്നേ ആയിട്ട് കഴിക്കുക. ഇതാണ് ടൈമിംഗ്. കറക്റ്റായിട്ട് നോക്കണം എന്ന് പറഞ്ഞിരുന്നു.
പിന്നെ പൊന്നു ജിനിത്ത നല്ലോണം വണ്ണം കുറഞ്ഞല്ലോ, ഈ ഡ്രസ്സിൽ ഒട്ടും വണ്ണമില്ല എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. ഉപ്പാക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല. ഉപ്പ ആക്റ്റീവ് ആണ്. ആ ഏജ് ആയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അത് ഇനിയിപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇത്രയും കാലം മൂപ്പര് നല്ല എന്താ പറയുക ഇതായിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് നമുക്ക് ആൾക്ക് ഇങ്ങനെ ഡൗൺ ആകുമ്പോൾ നമുക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വാപ്പാക്കും കഴിയുന്നില്ല. പിന്നെ അത് നമ്മൾ ഓക്കെ ആക്കി നമ്മളെ കൊണ്ട് മാക്സിമം സപ്പോർട്ടിങ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി വരുന്നുണ്ട് ആളെ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ജിനി മോളെ അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. വലൈക്കും അസ്സലാം. ജിനിയുടെ ഫുൾ നെയിം എന്താണ്? ജിൻഷ എന്നാണ് എൻ്റെ ഫുൾ നെയിം. പിന്നെ കല്യാണത്തിന് ശേഷം അത് ജിൻഷ ഷമീം എന്നായി. ചില സംഭവങ്ങളിൽ പി എന്നൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിലൊക്കെ ജിൻഷ പി എന്നായിരുന്നു കേട്ടോ. പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൗസ് നെയിമാണ് വരുന്നത്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ. പിന്നെ ഹായ് മുത്തേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് തൊലിച്ചെടുക്കുകയാണ്. സ്റ്റീൽ പാത്രം ഒന്നും ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതല്ല കേട്ടോ, കറൻറ്റ് നല്ലോണം കൂടും കേട്ടോ. അത് പണ്ട് നമ്മളത് കേട്ടിട്ടുണ്ടായിരുന്നു പറയണത്, പിന്നീടൊന്നും അത് കേട്ടിട്ടില്ല. നിങ്ങളപ്പോൾ എന്ത് പാത്രം വെക്കാറ് എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മുടെ വീട്ടിലൊക്കെ അധികം സ്റ്റീൽ പാത്രങ്ങളല്ലേ ഉണ്ടാവുന്നത്. ഞാൻ സ്റ്റീൽ പാത്രങ്ങളാണ് വയ്ക്കാറുള്ളത്. നമ്മളിവിടെ വരുമ്പോഴും അത് കല്യാണം കഴിഞ്ഞ് മുതൽ എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ ഏത് ഫാമിലിയിൽ പോയാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ 4-5 സ്റ്റീൽ പാത്രങ്ങളില്ലാത്ത ഫ്രിഡ്ജ് ഞാൻ അധികം കണ്ടിട്ടില്ല. മുറി, സ്റ്റീൽ പാത്രം, മാവ്, ചോറ് ബാക്കി വന്നത്, ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമല്ലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കണ്ണൂരിൽ നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ട്. സുബർദോ ആണ് എൻ്റെ മോനും ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ സുബർദോ, അതെനിക്കറിയാം. ഞാൻ സുഭദ്ര എന്നുള്ളത് തമാശക്ക് പറഞ്ഞതാട്ടോ. പിന്നെ ഇഡലി മാവ് ഫ്രിഡ്ജിൽ വെക്കാൻ പോലും അറിയാത്തവരുണ്ടോ? ഇതൊക്കെ ചോദിക്കാനിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് അറിയണ്ടാവില്ല. പിന്നെയും അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് പുളിച്ചിട്ട് വെക്കണോ പുളിക്കാണ്ട് വെക്കണോ, ഇങ്ങനത്തെയൊക്കെ പല ഡൗട്ടുകളും ഉണ്ടാവും. പിന്നെ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് പല ഡൗട്ടുകളുണ്ടാവും, പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്ത ആൾക്കാർക്കും ഒക്കെ. അതും നമ്മൾ ഒരു മോശമായിട്ടൊന്നും കാണണ്ട, അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ വേറൊരു വ്ളോഗർക്ക് മുഖത്തും കയ്യിലും ഇഞ്ചുറി ആയിട്ടുണ്ട് ഇതുപോലെ ചൂടുള്ള സാധനങ്ങൾ മിക്സിയിൽ കറക്കിയപ്പോൾ. സോ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ മുത്തേ, ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. ജിനി അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കും പേടി തോന്നാറുണ്ട് മുത്തേ. ചില സമയത്ത് സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും. ഇനി ചെയ്യൂല കേട്ടോ, ഇനി മാക്സിമം ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇഡലി മാവ് അരച്ച പാടെ വെക്കണം, മാവ് പൊങ്ങിയതിന് ശേഷം വെച്ചാൽ മതിയോ? മനസ്സിലാവാത്തത് കൊണ്ട് വീണ്ടും ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഇവർ സീരിയസ് ആയിട്ടാണ് ചോദിക്കണമെന്ന് വെച്ചാൽ, എന്തായാലും നമ്മളിപ്പോൾ ഇഡലി മാവ് ഒരുപാട് അരയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് 2 പോർഷനാക്കിയിട്ട് തിരിച്ച് വയ്ക്കുക. ഒരു പോർഷനിൽ നമ്മൾ മഴയാണെങ്കിൽ ഉപ്പിട്ടുകാണ്ട് വെളിയിൽ വയ്ക്കുക, ഒരു പോർഷൻ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിൽ വേണമെങ്കിൽ ഉപ്പിട്ട് വെക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചൂടാണെങ്കിൽ ഉപ്പില്ലാണ്ട് വെക്കണതാട്ടോ നല്ലത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുളിച്ച് പൊങ്ങാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണേ. അല്ല നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് അരച്ചെടുക്കണമെന്ന് വെച്ചാൽ പുറത്ത് വെച്ചിട്ട് നമുക്കത് 2-3 ദിവസം യൂസ് ചെയ്യുക, പുളിച്ചാലും യൂസ് ചെയ്യുക, അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ ഞാനൊക്കെ ഇഡലിക്ക് അരച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പുറത്ത് വെക്കും. എൻ്റെ ഇഡലി മാവ് 4 ദിവസം കൊണ്ട് കഴിയും. ആ 4 ദിവസത്തിൽ മാവിന് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. 4 ദിവസം കൊണ്ട് നമ്മുടെ മാവ് തീരാറുണ്ട്. ദോശക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ, 3-4 ദിവസം കൊണ്ട് തീരാറുണ്ട്. എൻ്റെ മോനിക്കൊക്കെ ദോശ ഭയങ്കര ഇഷ്ടമാണ്, അതും ക്രിസ്പി ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അവനക്ക് കഴിക്കുമ്പോൾ എണ്ണ മാറിയില്ല, അങ്ങനെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കറികളൊക്കെ സൂപ്പറായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമില്ല. പിന്നെ വേറെന്തല്ല, മാവൊക്കെ ബാക്കി വന്നതിന് ഞാൻ ഇതുപോലെ മാറ്റണം. നമ്മൾ വലിയ പാത്രങ്ങളിൽ വെക്കുമ്പോൾ ക്വാണ്ടിറ്റി കമ്മിയാകുമ്പോൾ ചെറിയ പാത്രങ്ങളിലോട്ട് മാറ്റിയിട്ട് കൊണ്ടുവയ്ക്കുക. അത് നമ്മുടെ ഫ്രിഡ്ജും ഒരു നീറ്റ്നെസ് ആയിരിക്കും. പിന്നെ മൊത്തത്തിൽ അതൊരു നല്ല ശീലമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് സെറ്റാക്കുക. അങ്ങനെ ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി ചായ എല്ലാം കുടിച്ച ശേഷം കുറേ വാഷിങ്ങിനുണ്ടായിരുന്നു, 3 വാഷ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ഇനി അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കണം. പിന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് FBയിലും ഒക്കെ. നമ്മളോട് ഡൗട്ടുകളായിട്ടൊന്നും ആരും FBയിൽ ചോദിക്കാറില്ല. സൂപ്പർ നൈസ്, അടിപൊളി, ഇങ്ങനെയൊക്കെയുള്ള കമൻസാണ് വരാറുള്ളത്. എന്താണ് വർത്താനം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല വർത്താനമുണ്ട് കേട്ടോ. പിന്നെ
കൺഗ്രാജുലേഷൻ ഹാർഡ് വർക്കിംഗ് ലേഡി മാഷാ അല്ലാ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വെയിറ്റ് കുറച്ചിട്ടാണോ? പിന്നെ സൂപ്പർ വീഡിയോ ഉപ്പാൻ്റെ ചിരി അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു സ്മൈൽ കണ്ടിട്ട് കുറേ കാലമായില്ലേ. ബിരിയാണി കഴിച്ചൂലേ? അതെ മുത്തേ, ഞാനൊരു ഹാഫ് ബിരിയാണി കഴിച്ചു. പക്ഷേ റിഗ്രറ്റ് ഒന്നും ഉണ്ടായില്ല. ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ബേൺ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് റിഗ്രറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജിനി, യു ആർ റിയലി വെരി മച്ച് പർട്ടിക്കുലർ ഇൻ യുവർ ലൈഫ് റൊട്ടീൻ. ഓക്കെ, ഇത് ഞാൻ വായിച്ചതാണ് തോന്നുന്നു. കൂടുതലും ദിവസം ഇഡ്ഡലി ദോശയാണല്ലോ. ഇതൊക്കെ നമ്മൾ വായിച്ചതാണ് അല്ലേ അന്ന്. അതിനൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇന്നലെ വാഷ് ചെയ്തതും ഉണ്ടായിരുന്നു. ഇന്ന് വാഷ് ചെയ്യാൻ 3 വാഷിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ സേലത്തായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇക്കാൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. ചെന്നൈയിലാവുമ്പോൾ പിന്നെ മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. മൂപ്പര് വാഷ് ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല കേട്ടോ. സേലത്തായത് കാരണം 3 ദിവസത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഉമ്മയും ഞാനും കൂടെ അതെല്ലാം കൂടെ എടുത്തു. പിന്നെ ഒരു വാഷിംഗ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ വാഷിംഗ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എല്ലാം ഇടണം. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ഇവിടെ ഫുള്ള് ഇലകളൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ ഇലകൾ, എന്നാലും അതൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരുവാണ്. ഉമ്മ വാഷിങ്ങിന് കഴിഞ്ഞ തുണികളിനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്താ വിശേഷം? ഇന്നിപ്പോൾ കറികളായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം സാമ്പാർ വെച്ചില്ലേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നാളെ എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിന് പോകും, അപ്പോൾ പുറത്തുനിന്ന് തന്നെ ആയിരിക്കും ഫുഡ്. അപ്പോൾ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല നാളേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ നോൺ വെജ് കാര്യങ്ങളൊന്നും എടുക്കണില്ല വിചാരിച്ചു. കാരണം നമ്മൾ വാങ്ങിച്ചിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ആഴ്ച. അത്യാവശ്യം ഒരു ദിവസം നമ്മൾ അൽഫാം മന്തി ഓർഡർ ചെയ്തു, ഫുൾ അൽഫാം ഓർഡർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പട്ടിയാല ചിക്കന്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ അതിലുപരി ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബട്ടർ ചിക്കനും പെപ്പർ ചിക്കനും ബട്ടർ മഷ്റൂമും. അതുകൊണ്ട് മൊത്തത്തിൽ ഈ ആഴ്ച അത്യാവശ്യം ഫുഡ് അടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ വീക്കിലും മേടിക്കുന്ന ചിക്കൻ മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ലുലുവിൽ പോയാൽ മെയിനായിട്ട് നമുക്ക് ഫിഷ് എടുക്കണം. ഇപ്പോൾ നമുക്ക് പറ്റുന്നത് ലുലുത്തെ ഫിഷ് മാത്രമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരാൾ കൊണ്ടുവന്ന് തരാറുണ്ടല്ലോ, നമ്മുടെ സ്ഥിരം ആൾ. അപ്പോൾ അവരുടെ ഫിഷും ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. അങ്ങനെയാണ് നമുക്ക് ഫിഷ് കിട്ടുന്നത്. ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പോകുന്ന മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നന്നാക്കാൻ ആദ്യം ആരെങ്കിലും തപ്പണം. എനിക്ക് മത്തിയൊന്നും പിടിച്ച് എൻ്റെ കയ്യിൽ നിൽക്കത്തേ ഇല്ല കേട്ടോ. അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് മാന്തൾ നന്നാക്കാൻ പറ്റും, പിന്നെ അയല നന്നാക്കാൻ പറ്റും, പിന്നെ നത്തോലി നന്നാക്കാൻ പറ്റും. ചെതുമ്പലുള്ള മീനുകളൊന്നും എന്നെക്കൊണ്ട് പറ്റത്തേ ഇല്ല. അത് ഒന്നാമത് ശീലിക്കാനിട്ടാണ്. ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ശീലമില്ല, പിന്നെ ഇവിടെ വന്നിട്ടും അങ്ങനെ ഒരു ശീലമില്ല. ഇവിടെ എനിക്ക് മീൻ നന്നാക്കേണ്ടിയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഫസ്റ്റൊക്കെ ഉമ്മ നന്നാക്കിയിരുന്നു. ഉമ്മക്ക് അത് പറ്റാണ്ടായപ്പോൾ നമ്മൾ നന്നാക്കിയ മീൻ മേടിക്കും, കഷ്ണം മീൻ മേടിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇനി അതൊക്കെ കഴുകി എടുത്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് പരിപാടിയൊക്കെ ചെയ്യാൻ. ഉമ്മയും മോനും കൂടെ ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടും കൂടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയ ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്നും ഞാൻ നോക്കട്ടെ. വല്ല കമൻസൊക്കെ വന്നതുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് നോക്കാമല്ലോ. ഇപ്പം നെയ്റ്റി ആക്കിയോ ചോദിക്കുന്നുണ്ട്. നെയ്റ്റി ആക്കിയിട്ടൊന്നുമില്ല, കംഫേർട്ട് അതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ടോപ്സ് എടുക്കണം എനിക്ക്, കോട്ടൻ്റെ കുർത്ത ടൈപ്പുകൾ. പിന്നെ പലാസോയിലേക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ഇതല്ലേ, നെയ്റ്റി ഇടുമ്പോഴും ചുരിദാർ ഇടുമ്പോഴും വേറെ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ നമുക്ക് പല പല ലുക്കും പല പല ഏജും ഫീൽ ചെയ്യും അല്ലേ. പിന്നെ നല്ല വൃത്തിയുള്ള വീട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഭയങ്കര വൃത്തിയൊന്നുമില്ല, നമ്മുടെ വീട്ടിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറെന്താ, പരിസരമൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമാണ്. ഫുള്ള് പുല്ലൊക്കെ വളർന്നിട്ട് മഴക്കാലം കഴിയാണ്ട് ഇനിയിപ്പോൾ അതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇടുമ്പോഴും നമുക്കൊരിതാണ്, അതുകൊണ്ടാണ്. പിന്നെ വീട്ടിൽ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജിനിയോട് ഞാൻ യോജിക്കുന്നു. ബട്ട് കമൻസിലൂടെയൊക്കെ ജോലി ഒരു ഭാരമായി പറയുന്നത് പലരും കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ.
അങ്ങനെ ഞാനിതിൽ ജസ്റ്റ് ഒരു റെസിപ്പി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചതാണ് ബട്ടർ മഷ്റൂമിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ റിഹാൻ എങ്ങോട്ട് പോകുമ്പോഴും കൂടെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ അവനക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ചിലപ്പോൾ പോകുമ്പോൾ ഓടിക്കും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഓടിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇനി ഈവനിങ് അവന് വീണ്ടും കോയമ്പത്തൂർ ഇക്കാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മിലോട്ട് എൻ്റെ കൂടെ അയാൻകുട്ടി വരും. അങ്ങനെയൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് എല്ലാം വഴറ്റിയെടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ. ചൂടോടുകൂടി അരച്ചെടുക്കരുത് കേട്ടോ. ഇനി ഞാനത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ. പിന്നെ മഷ്റൂം കട്ട് ചെയ്തത് ബട്ടർ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ തന്നെ വെള്ളം വരും, വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വെന്ത ശേഷം നമുക്ക് അതിലോട്ട് പൊടികളും കാര്യങ്ങളും ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബട്ടറാണ്. ഞാൻ നെയ്യ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ബട്ടർ എടുത്തിട്ടല്ലേ നെയ്യ് എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറായിട്ട് തന്നെ മാറ്റി വെക്കും കേട്ടോ. അത് ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചാലും മതി കേട്ടോ. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ കേടുവരും. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച നമ്മുടെ പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പേസ്റ്റാണ് ഇതിന് അത്രത്തോളം തിക്നെസ്സും ടേസ്റ്റും ഒക്കെ വരുത്തുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം കസൂരി മേത്തി, കുരുമുളക് പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സോസൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഈ ടൈപ്പ് കറിക്ക് ചില ആൾക്കാർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് തോന്നുന്നു. പിന്നെ മല്ലിയില കൊത്തി അരിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിലല്ല, ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇഡലി തട്ടിൽ ബ്രഷ് കൊണ്ട് ഓയിൽ തേക്കൂ, ചൂടാറിയിട്ട് ചമ്മന്തി അരയ്ക്കൂ. 2 കാര്യം അവർ പറയണു. എനിക്ക് ഈ ബ്രഷ് ഒന്നും യൂസ് ചെയ്യണത് ഇഷ്ടമല്ലടോ, സത്യമാണ് ഞാൻ പറയണത്. പിന്നെ ഉള്ളിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെയൊക്കെ മണം ഇഷ്ടമാണ് കേട്ടോ. പിന്നെന്താണ്, ഇനി എന്താണ്, കുറേ കമൻസ് ഉണ്ട്, പക്ഷെ ഞാൻ കുറേ വായിച്ചതാണ്. ഇഡലി എടുക്കുന്ന സ്പൂണൊന്ന് കാണിക്കുമോ ചോദിക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ, ഇനി ഉള്ളതിൽ കാണിക്കാം. അങ്ങനെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, ചോറ് മാത്രം വയ്ക്കുക. കറിയുണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട് കേട്ടോ, ചെറുപയർ ഉപ്പേരി വെച്ചതുണ്ട്. പിന്നെ പപ്പടം വറുത്ത്, അച്ചാറും തൈരും സാലഡും ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഇന്ന് ഞാൻ അധികം കുക്കിംഗ് ഇല്ല ലഞ്ചിന്. ഇനി മൺഡേ ഞാൻ കുക്കിംഗ് ചെയ്യണുള്ളൂ കേട്ടോ. ഇടയ്ക്ക് നമുക്കും നമ്മുടെ കിച്ചണിനും ഗ്യാസിനൊക്കെ ഒന്ന് ഒരു ഗ്യാപ്പ് എടുക്കട്ടെ. ഒക്കെ ചെറിയ കുക്കറിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ ചെറിയ ഫ്ലെയിം വരുന്ന സ്റ്റൗവിൽ വെക്കും, ആ ഒരു ബർണറിൽ വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 2ാമത്തെ വാഷിങ്ങും കഴിഞ്ഞിരുന്നു. ഇനി അതൊക്കെ കൊണ്ടുപോയെന്നിട്ട് ശേഷം നമുക്ക് ബാക്കി തുടയ്ക്കാനും അതുപോലെ തുണികൾ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. 3 വാഷിങ്ങിൻ്റെ തുണികൾ മടക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ വെക്കേണ്ട വിചാരിച്ചു. ഉമ്മയാണ് മടക്കി വെക്കാറ്, പിന്നെ വെറുതെ അവിടെ ഇടണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് മടക്കാമെന്ന് വിചാരിച്ചു. സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടു. തുണികൾ ഉണങ്ങി കിട്ടുന്നുണ്ട്, അതന്നെ വലിയ ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടേത്. പിന്നെ ഞാൻ പോയിട്ട് കുറേ തുണികൾ മടക്കി, അതിന് ശേഷം ഒരു പാട്ടൊക്കെ വെച്ചിട്ട് മടക്കാമെന്ന് വിചാരിച്ചു. 12:15 ആയി കേട്ടോ. ഇനി അവർ വരുമ്പോഴേക്കും തുടക്കലും കുളിയൊക്കെ ചെയ്ത് തീർക്കണം. ഞാനൊന്ന് പതുക്കെ കേട്ടോ പണികൾ ചെയ്തത്. അതിൻ്റെ ഇടയിൽ കുറേ എഡിറ്റിങ്ങിനൊക്കെ ഇരുന്നു. ഷോർട്ട് വീഡിയോസും ഒക്കെ ഇടുകയല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കുറേ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ റിലാക്സ് ചെയ്തിട്ടാണ് ചെയ്തത് എല്ലാതും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 11:30 ആകുമ്പോഴത്തേന് നമ്മുടെ പണികളൊക്കെ ഒരുങ്ങും. അത് ശരിക്കും വീഡിയോ എടുക്കണോണ്ടാണ് കേട്ടോ അത്രയും ടൈം വരുന്നത്. പിന്നെ അയൺ ചെയ്യാനുള്ളത് ഷർട്ടുകളും പാൻറ്റുകളൊക്കെ ഉണ്ട്, അതും ഒക്കെ മടക്കുന്നുണ്ട്. എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി ഇനി അതാത് റൂമിലൊക്കെ ഒന്ന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ സെറ്റാവും. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആദ്യം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ എൻ്റെ ഇക്കാൻ്റെ അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കുവാണ്. അതൊരു കവറിലാക്കിയാണ്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി തുടയ്ക്കാനും കൂടെ നിൽക്കണം. അപ്പോൾ വേഗം ഇതുകളൊക്കെ ഒന്ന് കഴിഞ്ഞു. ഞാൻ ലൈസോളാണ് കേട്ടോ തുടക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വന്ന് തുടക്കാനും വേണ്ടി നിന്നു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നമ്മൾ എങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. സൺഡേ വ്ളോഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. കാരണം ലുലുവിൽ ക്രൗഡ് നമുക്കറിയില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക കേട്ടോ. ഇൻഷാല്ലാ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ സംസാരിക്കുക, അത്ര തന്നെ. കുറേ ആൾക്കാർ വരാറുണ്ട് കേട്ടോ സംസാരിക്കാൻ. ചില ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പോകും. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും നമുക്ക് വിചാരിക്കാം അല്ലേ. അങ്ങനെ എല്ലാവരുടെയും തുടച്ച് ഇനി എന്താണ് ഞാൻ പറയുകയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നില്ല മക്കളെ. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചാൽ മാത്രമല്ലേ എനിക്കിങ്ങനെ വായി തോരാണ്ട് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ
മ്യൂസിക് ഇട്ട് വിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയ്ക്ക് തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് വീഡിയോ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.